ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാനായിട്ട് പോകുന്നത് SQL സെർവറിൽ സ്കീമ എന്ന് പറയുന്ന കാര്യം എന്താണെന്നാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ നോക്കിയത് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണെന്നും അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡാറ്റാബേസ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സ്കീമ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു കണ്ടെയ്നർ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത് എ സ്കീമ ഈസ് എ കളക്ഷൻ ഓഫ് ഡാറ്റാബേസ് ഒബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ടേബിൾസ്, വ്യൂസ്, ട്രിഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് പ്രസൻറ്റ് ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ലോജിക്കലി അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനെ വരുന്ന കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കീമ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്ന ടേബിൾസ് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ആ ടേബിൾസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 ടേബിൾ ഉണ്ടെങ്കിൽ ആ 10 ടേബിളിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കീമ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ സ്കീമയ്ക്കകത്ത് സെയിൽസ് റിലേറ്റഡ് ടേബിൾസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റിലേറ്റഡ്, അതല്ലെങ്കിൽ ഓർഡർ റിലേറ്റഡ്, അങ്ങനെ നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്ത് ടേബിൾസിനെയൊക്കെ ഗ്രൂപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ സ്കീമ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കീമയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്കീമ എപ്പോഴും ഒരു ഡാറ്റാബേസിൻ്റെ അകത്തായിരിക്കും ഇരിക്കുന്നത്. ഒരു സ്കീമ ഒരിക്കലും മൾട്ടിപ്പിൾ ഡാറ്റാബേസിൽ വരില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഒരു ഡാറ്റാബേസിന് മൾട്ടിപ്പിൾ സ്കീമ ഉണ്ടാവാം, ചില കേസിൽ ഉണ്ടാവാതെ ഇരിക്കാം. ഇപ്പോൾ സ്കീമ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റായ കാര്യമൊന്നുമല്ല. ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഒരു ഡാറ്റാബേസിൻ്റെ അകത്ത് നമുക്ക് ഡയറക്റ്റ് ടേബിൾസ് ആഡ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷേ ആപ്ലിക്കേഷൻ ഒരുപാട് വലുതാകുമ്പോൾ എപ്പോഴും അതിനെ ഒരു രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ടേബിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 സ്കീമ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ ആക്ച്വൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ഡാറ്റ ബേസ് ഓപ്പറേഷൻസ് ആയിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ 2 സ്കീമ ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ഡെമോ എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് ഡാറ്റാബേസിലേക്കാണ് കണക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് സ്കീമ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുക്കാവുന്ന കമാൻഡ് എന്ന് പറയുന്നത് ക്രിയേറ്റ് സ്കീമ സ്പേസ് സ്കീമയുടെ പേര്. അപ്പോൾ ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു പേര് ഞാനിവിടെ കൊടുക്കുകയാണ്. ഈ സെയിൽസ് എന്ന് പറഞ്ഞ പേരിലായിരിക്കും സ്കീമ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വറി വാലിഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ എറേഴ്സ് ഒന്നും ഇല്ലാത്തത്. ഇത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് വിൻഡോയിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ കമാൻഡ്സ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി, വേറെ എറേഴ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ സ്കീമ ക്രിയേഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ഡാറ്റാബേസിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മളത് റിഫ്രഷ് ചെയ്യുകയാണെങ്കിൽ, കാരണം പുതിയൊരു ചേഞ്ചാണ് ഡാറ്റാബേസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് കാണണമെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കീമാസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്കീമ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു സ്കീമ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു സ്കീമ കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമയുടെ പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സെയിൽസ് റിലേറ്റഡ് ടേബിൾ അല്ലെങ്കിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതിൽ ത്രൂ ആയിരിക്കും നമ്മൾ ഈ SQL സെർവറിൻ്റെ ഓരോ ഫീച്ചേഴ്സ് 1 by 1 വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്കീമ കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാനിവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്കീമ ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്കീമയും നമുക്കിവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. അപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കീമ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൽ ഡാറ്റ ഡമ്മി ഡാറ്റ ആഡ് ചെയ്ത് അത് ക്വറി ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ വരുന്ന വീഡിയോയിൽ 1 by 1 ആയിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു SQL സെർവറിൻ്റെ ബേസിക് വീഡിയോസ് എല്ലാം ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വീഡിയോസ് നമ്മുടെ പ്രീമിയം മെമ്പേഴ്സിനായിരിക്കും, മെമ്പേഴ്സ് ഓൺലി സെക്ഷനിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോസ് റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കാരണം SQL സെർവർ ഒരു ഇൻഡെപ്ത് ടോപ്പിക്കാണ്. കാരണം ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ളതാണ്. അപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നോക്കുന്ന ആളുകൾക്ക് എപ്പോഴും അഡ്വാൻസ്ഡ് വീഡിയോസ് ആയിരിക്കും കൂടുതലും ഹെൽപ്ഫുൾ ആവുക. അപ്പോൾ നമ്മുടെ ചാനലിന് കൂടുതലും .NET റിലേറ്റഡ്
അഡ്വാൻസ്ഡ് വീഡിയോസാണ് മാക്സിമം നമ്മൾ ഇപ്പോൾ ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് വീഡിയോസ് നിങ്ങൾ ജോബ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് വേണ്ട ആളുകൾക്ക് നമ്മുടെ പ്രീമിയം മെമ്പർഷിപ്പ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്.